വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ചുവപ്പ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. ഇടുക്കിയിൽ മലയോര മേഖലയിൽ യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അതിശക്തമായ മഴയെ തുടർന്ന് ചെന്നൈ അടക്കം 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ഫൈസൽ അസീസ് പത്തനംതിട്ടയിൽ നിന്ന്, പ്രസാദ് എം ജെ ഇടുക്കിയിൽ നിന്ന്, ബിനീഷ് ആന്റണി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഫൈസൽ അസീസിലേക്ക് പോകാം. ഫൈസൽ, ചുവപ്പ് മുന്നറിയിപ്പ് അടക്കം ഇപ്പോൾ നിലവിൽ നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വകുപ്പ്. അത് ഏറ്റവും പ്രധാനം ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ്. ഇടുക്കിയെ സംബന്ധിച്ച് നമുക്കറിയാം, കടുത്ത മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അതിനെ ചുറ്റിപ്പറ്റി ചില നാശനഷ്ടങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഫൈസൽ കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ? അത് തന്നെയാണ് പ്രസാദ്, കാളിദാസൻ. അതായത് 3 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന് ഇടുക്കി, അതുപോലെ പാലക്കാട്, മലപ്പുറം തുടങ്ങിയ 3 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പുണ്ട് എന്ന് തന്നെയാണ്. കാരണം ബാക്കി 3 ജില്ലകളിൽ റെഡ് അലേർട്ട്, 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, അതുപോലെ ബാക്കി വരുന്ന ജില്ലകളിലൊക്കെ തന്നെയും മഞ്ഞ അലേർട്ടും കൂടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഏതായാലും ഇടുക്കിയിൽ ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചൊരു മേഖലയാണ്. കൃഷിക്കുൾപ്പെടെ വലിയ രീതിയിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് നശിച്ചത്. വെള്ളം കയറിയതിനെ തുടർന്ന് വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ജീവിതം ദുസ്സഹമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇടുക്കിക്കാരുടേത് എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ട് മലപ്പുറത്തും ശക്തമായ മഴ തന്നെ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ഈ 3 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി ജില്ലകളിൽ മഞ്ഞ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ചെന്നൈയിലും ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ശക്തമായ മഴ, അതായത് വില്ലുപുരം, കടലൂർ, മയിലാടുതുറൈ, നാഗപട്ടണം, തിരുവള്ളൂർ, തഞ്ചാവൂർ, പുതുക്കോട്ടൈ, രാമനാഥപുരം എന്നീ 8 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ ഉൾപ്പെടെ, അതായത് ഈ 4 ജില്ലകളിലെ സ്കൂളുകളും കോളേജുകളും അടച്ചിടും. സംസ്ഥാന തലസ്ഥാനമായ ചെന്നൈയിൽ ഉൾപ്പെടെ ആണ് ഈ കോളേജുകളും സ്കൂളുകളും അടച്ചിടാൻ വേണ്ടി ഒരുങ്ങുന്നത്. ചെന്നൈയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 8 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ കാലവർഷം കനക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. വലിയ രീതിയിലുള്ള മഴയാണ് സംസ്ഥാനത്ത് പെയ്യുന്നത്. ഇന്ന് എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ ഓറഞ്ച് അലേർട്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും മഴ ശക്തമാകും തോറും നാശനഷ്ടങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. അതുതന്നെയാണ് ഫൈസൽ, നാശനഷ്ടങ്ങളുടെ എണ്ണം കൂടുന്നു, അല്ലെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ ചുവപ്പ് മുന്നറിയിപ്പ് അടക്കം നൽകിയൊരു സാഹചര്യത്തിൽ എന്തൊക്കെയായിരിക്കും ഈ ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റി, അല്ലെങ്കിൽ ഈ മഴ കാരണം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എന്നുള്ളതാണ്. വെള്ളക്കെട്ട് പല ഭാഗങ്ങളിലായിട്ടുണ്ട്. എന്തായാലും പത്തനംതിട്ടയിൽ നിന്ന് പ്രസാദ് എം ജെ കൂടി ചേരുന്നു. പ്രസാദ്, പത്തനംതിട്ടയിൽ അവധിയാണ് എന്നൊക്കെ കേൾക്കുന്നു. എന്താണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത്? അവിടെ മഴ എങ്ങനെയുണ്ട്? കാളിദാസ, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് ജില്ലയിലെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ അലർട്ട് കണക്കിലെടുത്തുകൊണ്ട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും എല്ലാം ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ യൂണിവേഴ്സിറ്റി നിശ്ചയിച്ച പൊതുപരീക്ഷകളും മറ്റുകൾക്കും തടസ്സമല്ല. കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പ്രകാരം ഇന്ന് മേഘാവൃതമായിരിക്കും. ഉച്ചയോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്, കാറ്റും ഉണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ മഴയുടെ സമയവും ശബരിമല തീർത്ഥാടനത്തിന്റെ സമയവുമാണെങ്കിൽ മല കയറുന്നതിന് തീർത്ഥാടകർക്ക് ശക്തമായിട്ടുള്ള വിലക്കൊണ്ട് ജാഗ്രത പാലിക്കണമെന്നുണ്ട്. പിന്നെ പ്രധാന നദികളിലെല്ലാം ജലനിരപ്പ് ഇപ്പോൾ നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട് കാളിദാസ. കാരണം മലയോര മേഖലകളായ ആങ്ങമൂഴി, വടശ്ശേരിക്കര, ചിറ്റാറ്,
സീതത്തോട് എന്നിവിടങ്ങളിൽ ശക്തമായ മഴ ഉള്ളതിനാലാണ് ജില്ലയിൽ കൂടി കടന്നു പോകുന്ന പമ്പ, അച്ചൻകോവിൽ, മണിമല, കല്ലാറ് എന്നീ നദികളിൽ നേരിയ തോതിൽ കലക്കവെള്ളത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട്. മറ്റു കാര്യമായിട്ടുള്ള ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിക്കുന്നത്. കാളിദാസ, പിന്നെ ശരി, പ്രസാദാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഫൈസലുണ്ട് വിവരങ്ങളുമായി. ഫൈസല്, ഈ വടക്കൻ ജില്ലകളിൽ ഏറ്റവും പ്രധാനം ഈ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഓറഞ്ച് മുന്നറിയിപ്പ് ഉള്ളത്. വടക്കൻ ജില്ലകളെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കകളില്ല എന്ന് കാലാവസ്ഥാ വകുപ്പ് ഈ ഒരു നിമിഷം പറയുമ്പോഴും പറയാൻ പറ്റില്ല. കാലാവസ്ഥയാണ്, മഴയാണ്, കാറ്റാണ്, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും മാറി തെളിഞ്ഞ, ചിലപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിടത്ത് പോലും തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ടാവാറുണ്ട്. എങ്കിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ചിലപ്പോൾ റെഡ് അലർട്ടിന് സമാനമായ മഴ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള കാലാവസ്ഥയാണ്. അത് കാലാവസ്ഥാ വകുപ്പ് ഈ കാലാവസ്ഥാ വകുപ്പ് പ്രവചനത്തിന് അതീതമായി തന്നെ ഉള്ളതായിരിക്കണം എന്ന് തന്നെ മനസ്സിലാക്കുന്നത്. അതായത് ഈ കാലാവസ്ഥാ വകുപ്പ് പ്രവചനം നടത്തുന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ അത് അച്ചട്ടായിരിക്കും. അതായത് കാലാവസ്ഥാ വകുപ്പ് പ്രവചനം നടത്തുന്ന പോലെയായിരിക്കും, അല്ലെങ്കിൽ നേരെ വിപരീതമായിരിക്കും അവസ്ഥ. ഏതായാലും ഓറഞ്ച് അലേർട്ട് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ടെങ്കിലും മഴ കാര്യമായി ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല മറ്റ് ജില്ലകളിലൊക്കെ മഞ്ഞ അലേർട്ടാണ്. ഇപ്പോൾ മൺസൂൺ സീസൺ തുടങ്ങിയത് കൊണ്ട് തന്നെ റെയിൽ ഗതാഗതത്തെയും അത് സാരമായ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്നാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്. ഈ നാശനഷ്ടങ്ങൾ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കിയിലൊക്കെ ശക്തമായ മഴയാണ് പെയ്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി, വിവിധ വീടുകളിൽ വെള്ളം കയറി, ഏക്കർ കണക്കിന് കൃഷികൾ നശിച്ചു. ജനങ്ങളുടെ ഉപജീവന മാർഗം തന്നെ തകരുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. പുതിയ ന്യൂനമർദ്ദങ്ങളൊക്കെ രൂപപ്പെടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാളിദാസൻ. ശരി ഫൈസൽ, എന്തായാലും ഇടുക്കിയിൽ നല്ല മഴയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. അവിടെയും ഇതുപോലെ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ നല്ല മഴയുണ്ട്. ചുവപ്പ് മുന്നറിയിപ്പാണ് ഇടുക്കിയിലുള്ളത്. ബിനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. ശരി, ബിനീഷ് ആന്റണി അല്പസമയത്തിനുള്ളിൽ ഇടുക്കിയിലെ മഴ വിവരങ്ങളുമായി ചേരും. എന്തായാലും നമുക്ക് അതുവരെ ഫൈസൽ ഇപ്പോഴും ഉണ്ട്. ഫൈസൽ അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഫൈസലെ, ഇടുക്കിയിലെ കാര്യമാണ് നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത്. കാരണം ഇടുക്കിയെ സംബന്ധിച്ച് ഈ മുല്ലപ്പെരിയാറൊക്കെ ഉള്ള മേഖലയാണ്. മുല്ലപ്പെരിയാർ എപ്പോൾ പൊട്ടും എന്നും വിചാരിച്ച് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളൊക്കെ തന്നെ ഏറെ ആശങ്കപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ആശങ്കയൊന്നും വേണ്ട എന്നുള്ള നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട്. ഫൈസലെ, അപ്പോൾ ഈ തമിഴ്നാട്ടിൽ ഈ ചെന്നൈയിലെ അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ മുൻപേ പോയിട്ടുണ്ട് ചെന്നൈ. അവിടെ ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ വെള്ളക്കെട്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. നമ്മളെ കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് ജംഗ്ഷൻ ഒക്കെ പറയുന്ന പോലെ വടക്കൻ ജില്ലകളിലൊക്കെ കോഴിക്കോടാണ് ഏറ്റവും പ്രധാനമായിട്ട്. കാരണം കോഴിക്കോട് ടൗണിൽ പെട്ടെന്നൊരു മഴ പെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടുപ്പിച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നിർത്താതെ ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന്റെ ആ കൃത്യം പറഞ്ഞാൽ ആ ടൗൺ, ആ ജംഗ്ഷൻ മൊത്തം വെള്ളത്തിലാവും. അല്ലെങ്കിൽ ഒരു തോണിക്ക് സമാനമായ ഒരു കാഴ്ചയാണ് അതെന്ന് പറയുന്നത്. പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സാഹചര്യം. അതേ സമാന അവസ്ഥയാണ് ചെന്നൈയിലുമൊക്കെ തന്നെ. അപ്പോൾ ചെന്നൈയിലുമൊക്കെ മഴ ചിലപ്പോൾ അത്രത്തോളം ഇല്ലെങ്കിലും വെള്ളക്കെട്ടുകളൊക്കെ രൂക്ഷമാണല്ലേ ഫൈസലെ? കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെന്നൈയിൽ ഉൾപ്പെടെ. ചെന്നൈയിൽ ഓറഞ്ച് അലേർട്ട്, ചെന്നൈ നഗരത്തിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും വെള്ളക്കെട്ട്, കാളിദാസൻ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു മഴ, ഒരു 2 മണിക്കൂർ നിർത്താതെ മഴ പെയ്തു. അവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ധാരാളം വെള്ളക്കെട്ടുണ്ടായി. ജനങ്ങളൊക്കെ ഈ വെള്ളക്കെട്ട് മറികടക്കാൻ വേണ്ടി, യാത്രക്കാരൊക്കെ വെള്ളക്കെട്ട് മറികടക്കാൻ വേണ്ടി ഒരാളുടെ അടിപ്പൊക്കത്തിൽ നീളമുള്ള മെട്രോ പില്ലറിന് മുകളിൽ കയറി അങ്ങോട്ട് അത്തരത്തിൽ നടത്തുന്ന മുകളിൽ കയറി അപ്പുറത്തേക്ക് കടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് സമാനമാണ് ചെന്നൈ എന്ന് പറയുന്നത്. ഈ ചെന്നൈയിലും ധാരാളം വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ചെന്നൈ എന്ന് പറയുന്നത്. ഏതായാലും ചെന്നൈയിൽ ഉൾപ്പെടെ ഇപ്പോൾ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ കോർപ്പറേഷൻ പരിധിയായതുകൊണ്ട് തന്നെ ധാരാളം ഈ ഓടകളിൽ മറ്റും വെള്ളം കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം
ചെന്നൈയിൽ ഉൾപ്പെടെ നമുക്ക് ഒരു മഴ പെയ്താൽ 2 മണിക്കൂർ നിർത്താതെ മഴ പെയ്താൽ ചെന്നൈ നഗരം പൂർണ്ണമായി വെള്ളത്തിലാകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ തന്നെ ഇപ്പോൾ വെള്ളക്കെട്ട് അവിടെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ പ്രധാനമായി ഇപ്പോൾ തീരദേശ മേഖലയിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. ഈ കടലൂർ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലയാണ് തമിഴ്നാടിൻ്റെ ഒരു തീരദേശ മേഖലയാണ് ഈ കടലൂർ, ചെങ്കൽപ്പേട്ട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ. അവിടെയാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാളിദാസ്. ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്. ചെന്നൈയിലടക്കം 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത്. ഇടുക്കി മലയോര മേഖലയിൽ യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ വിനോദസഞ്ചാരികൾക്ക് പോയി കാണാൻ പറ്റിയൊരു സമയമല്ല. മീശപ്പുലിമലയിൽ മഞ്ഞ് വീഴുന്നതൊന്നും ഇപ്പോൾ കാണാൻ പോകരുത്. അതേപോലെ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ മൂന്നാറിൽ പോയി ചായ കുടിക്കുന്ന ചില പതിവുകളൊക്കെ എറണാകുളം ജില്ലയിൽ നിൽക്കുന്ന കൊച്ചിയിലുള്ള ചില യുവാക്കൾ മാത്രമല്ല എല്ലാ പ്രായക്കാരും അതിനൊരു ആ ഒരു ശീലമുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക. യാത്രാ നിയന്ത്രണം ഉണ്ട് ഇടുക്കി മലയോര മേഖലയിൽ. കൃത്യമായി ചുവപ്പ് മുന്നറിയിപ്പും കൂടിയുണ്ട്. അപ്പോൾ കാലാവസ്ഥ എങ്ങനെയൊക്കെ മാറി മറിയും എന്നുള്ളത് പ്രവചനാതീതമാണ്. എന്തായാലും നിലവിൽ ഓറഞ്ച് മുന്നറിയിപ്പടക്കം സംസ്ഥാനത്തെ വിവിധ ജില്ലകൾക്ക് നൽകിയിട്ടുണ്ട്. ഫൈസൽ അസീസും പത്തനംതിട്ടയിൽ നിന്ന് പ്രസാദ് MJയുമാണ് വിവരങ്ങൾ നൽകിയത്.